കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ കുറേ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു ഒരു സീതമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ട്. കോഴിക്കോട്ട് എന്താണ് അവസ്ഥ? സുജപാർവതി, ഗുഡ് ഈവനിങ്. ആ വിഷമങ്ങളൊക്കെ ഒരുമിച്ച് പറയാൻ കഴിയുന്ന ഒരു വീട്ടിലാണ് ഞാനുള്ളത്. ശൈലേഷിൻ്റെ വീട്, പയ്യാനിലെ ശൈലേഷിൻ്റെ വീടാണ്. അതായത് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീടിനോട് ചേർന്ന ഒരു കടമുറിയുണ്ട്. ഇതാണ് കടമുറി. പലചരക്ക് കടയാണ്. നേരത്തെ ദിലീപ് പറഞ്ഞ പോലെ സവാളയുടെയും പച്ചക്കറിയൊക്കെ തന്നെ വില കൂടിയതുകൊണ്ട് ആ ബുദ്ധിമുട്ട് അവിടെയുണ്ട്. ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ സാധനങ്ങൾ വാങ്ങാനെത്തുന്ന ചെറിയൊരു കടയാണ്. ഇപ്പോൾ കച്ചവടം കുറഞ്ഞെന്ന് ശൈലേഷ് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ശൈലേഷ് 2 ബില്ല് അടയ്ക്കണം. ഒന്ന് ഈ വീടിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കണം, മറ്റൊന്ന് ഈ കടയുടെ കറണ്ട് ബില്ല് അടയ്ക്കണം. അതോടൊപ്പം തന്നെ ഒരു ക്ഷീര കർഷകൻ കൂടിയാണ് ശൈലേഷും അമ്മയും ഉൾപ്പെടെ 3 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ആ പശുവിന് കുളിപ്പിക്കണം, പശുവിന് വെള്ളം കൊടുക്കണം. അങ്ങനെ വൈദ്യുതി ചിലവ് കൂടുതലുള്ള ഒരു വീടാണ്. അതിനിടയ്ക്കാണ് സർക്കാർ ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടാൻ പോകുന്നത് പറയുന്നത്. അമ്മ ചാർജ് കൂട്ടാൻ പോകുന്ന പറയുന്നത്, എന്താ പറയാറുള്ളത്? ചാർജ് കൂട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും എൻ്റെ മോൻ തന്നെ ബില്ല് അടയ്ക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ പശുവിനെ ഒരു കർഷകനാണെങ്കിലും കൂടിയിട്ട് പശുവിനെ മര്യാദയ്ക്ക് കുളിപ്പിക്കലില്ല, ഒന്നും ചെയ്യലില്ല. ബില്ല് കൂടുന്നുണ്ട്, പശുവിനെ കുളിപ്പിക്കുന്നില്ലേ? ഇല്ല, പശുവിനെ കുളിപ്പിക്കുമ്പോൾ കറണ്ടല്ലേ കയറണേ, മുകളിലേക്ക് കയറണേ കറണ്ടല്ലേ. അപ്പം അതിനെ കൊണ്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ച് പശുവിനെ കുളിപ്പിക്കില്ല. ഇതാണ് മോൻ ശൈലേഷ്. മോനാണ് ബില്ലൊക്കെ അടയ്ക്കുന്നത്. 3 പേരല്ലേ വീട്ടിലുള്ളത്? എത്ര ബില്ല് എത്ര വരുന്നത്? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത് 4,500, 6,800. എന്തൊക്കെയാ വീട്ടിലുള്ള? എന്തൊക്കെയാ? AC ഉണ്ടോ? ഒരു AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ? ഇല്ല, ഇൻഡക്ഷൻ കുക്കർ ഇല്ല. എന്നിട്ട് അത്രയും ബില്ല് വരുന്നുണ്ട്. വരുന്നുണ്ട്. കടയിൽ എത്ര ബില്ല് വരുന്നത്? 2,000 രൂപ. 2000. അവിടെ ഫ്രീസർ ഉണ്ടോ? ഐസ്ക്രീം ഒക്കെ? ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജാണോ? അതെ. പിന്നെ ബാക്കി അങ്ങനെയൊന്നുമില്ല. അധികം യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്തായാലും ആവശ്യമുള്ള സാധനമാണല്ലോ കറണ്ട്. അത് നിത്യോപയോഗ സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും വില കൂടുതൽ ഇത്രയും അടയ്ക്കാൻ കഴിയാറില്ല. എന്തായാലും ഇനിയും കൂടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു സർക്കാർ. ഇപ്പൊ തന്നെ അടയ്ക്കുന്നത് എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ എത്രയാവോ ശൈലേഷിന്റെ ഒരു മാസ വരുമാനം എത്രയാണെന്ന് കാരണം എന്തിട്ടുണ്ടെങ്കിൽ ഫീസ് ഊരാൻ വരാൻ സമയത്ത് വേഗം പോയി അടച്ചു പോന്നതാ. കാരണം എന്ത് ചെയ്യുക, പിന്നെ ഇരുട്ടത്തൊത്തിരിക്കണ്ടേ. സർക്കാരാണെങ്കിൽ ചിമ്മിണി വരെ റദ്ദാക്കിയിരിക്കുന്നു. പിന്നെ ഇപ്പോൾ അത് സുജ ആ ചോദ്യം ചോദിക്കും. അതിന് മുമ്പ് ഇപ്പോൾ ചിമ്മിണി എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണയാണ്. എല്ലാ സ്ഥലത്തും ചിമ്മിണി എന്നല്ല പറയാറ്. ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ പ്രതികരണ സമയത്ത് കുറേ ആളുകൾ പറഞ്ഞത് ഇനി യൂണിറ്റിന് 5000 വേണമെന്ന് പറഞ്ഞാലും കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ മണ്ണെണ്ണ വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണ റേഷൻ കടന്ന് കിട്ടാനില്ല. പിന്നെ ഉള്ളത് സോളാറാണ്. അതിന് ലക്ഷങ്ങൾ മുടക്കണം പ്ലാന്റ് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ മെഴുതിരി വാങ്ങി കത്തിക്കണം. ആ അവസ്ഥയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. സുജയ പാർവതി ചോദിക്കുന്നത് ഏകദേശം മാസ വരുമാനമൊക്കെ ഇതിൽ താങ്ങാൻ പറ്റുന്നതാണ്, അടയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. കടയൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും കഴിയില്ല. കടം പേറി കുത്തിരിക്കുക. അപ്പൊ ഒരു കടയല്ല, കടമാണോ ഉള്ളത്? കടം ഒരുപാട് കയറി കുത്തിരിക്കണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാലും കഴിയില്ല, എന്തായാലും കഴിയില്ല. പശുക്കൾ കുറേ ഉണ്ടോ? കന്നുകളെ വളർത്തുന്നു. പശുക്കളുണ്ട്. പശുവിനെ കുളിപ്പിക്കാൻ കഴിയാറില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ പശുവിനെ കുളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മോട്ടർ അടിക്കണം. അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൂട്ടിയാൽ ഇപ്പോൾ 6000 വരുന്നിടത്ത് ചിലപ്പോൾ 8000 10,000 വരും. അതുകൊണ്ട് ഇപ്പോൾ പശുവിനെ കുളിപ്പിക്കാറ് പോലുമില്ല. ഞാൻ കണ്ട് പശുക്കളെ മുഴുവൻ അവിടെ തെങ്ങുതോപ്പിൽ പുറത്ത് കെട്ടിയിട്ടിരിക്കുക. കൂടില്ല, മഴ നനഞ്ഞ് നിൽക്കുവാന്ന് തോന്നുന്നല്ലേ? മഴ നിൽക്കുക ചെയ്യാം. പക്ഷേ ആല കെട്ടിക്കഴിഞ്ഞാൽ എന്താ ചാണകവും വൃത്തിയാക്കണം. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കിട്ടുക ചെയ്യുക. പുറത്ത് കെട്ടി കഴിഞ്ഞാൽ ആകുമ്പോൾ അധികം ഇതിന്റെ പ്രശ്നം വരില്ല. ഈടായിട്ടുണ്ടാവില്ല പശുക്കൾ. അതുകൊണ്ട് വെള്ളം അടിച്ച് കുളിപ്പിക്കാണ്ടേ കുറച്ച് കുറഞ്ഞു കിട്ടൂ. അത്രയേ ഉള്ളൂ. സർക്കാരിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഗവൺമെന്റിനോട്? സർക്കാരിനോട് പറയാനുള്ള നികുതി ഈ കറണ്ട് ബില്ല് കഴിയുന്നതും കുറയ്ക്കായി, അത്രയേ പറയാനുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ 3 ആളുള്ള വീട്ടിലാണ് ഇത്രയും കറണ്ട് ബില്ല് കൂടുന്നത്. പിന്നെ കണക്കിന് കുറച്ച് കുട്ടികളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാത്തല്ലേ നല്ലത്. സുജയപാർവതി, ഇതാണ് 3 കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഒരു സാധാരണ മനസ്സിലായി. നമ്മുടെ ഓരോരുത്തരും ഈ സന്ദേശങ്ങളൊക്കെ ഇടുന്നുണ്ട്. നല്ല വിലയാണ്. ഒരു കിലോ മുരിങ്ങക്കായ്ക്ക് ഇപ്പൊ വില 500 രൂപേന്റെ അടുത്ത് വരെ മുരിങ്ങക്കായ്ക്ക് എത്തിയില്ല. ഉള്ളിക്ക് 75. അതെ, എല്ലാത്തിനും വില ഉയരുകയാണ്. സിനോജ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജോയ് പറയുന്നുണ്ട്. ഓക്കെ സിനോജ്, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജോയ് പറയുന്ന ഒരു സന്ദേശം കൂടി ഇതിനോട് ചേർത്ത് വെക്കാം. അവിടെ 5000 ആണെന്ന് പറഞ്ഞപ്പോൾ ജോയ് പറയുന്നു ഇവിടെ ടിവിയും അയൺ ബോക്സും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം ഉണ്ട്. 2 മാസത്തിൽ വരുന്നത് 1000 രൂപ മാത്രം. ഭൂരിപക്ഷം പേരും ചുമ്മാ അങ്ങോട്ട് സ്വിച്ച് ഇട്ടേക്കും. ഇതെല്ലാം നോക്കി ഉപയോഗിക്കണമെന്ന ഉപദേശം ജോയ് കണിമംഗലം നൽകുന്നുണ്ട്. അത് ശരിയാണ്. നമ്മളും കൃത്യമായി ഒരു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൽ ആവശ്യമില്ലാതെ നമ്മൾ എന്തെങ്കിലും ലൈറ്റോ എന്തെങ്കിലും ഫാനോ എന്തെങ്കിലും ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫാക്കി അതുപോലെ തന്നെ ഉപയോഗം പരമാവധി കുറച്ച് അങ്ങനെയല്ലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ ഈ കാലത്ത്.